Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ആര്യ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് ഇങ്ങടുത്തു അല്ലേ. കറണ്ട് അഫയേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വരുന്നത് എങ്ങനെയാണ്? ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് അല്ലേ, അതിൻ്റെ കൂടെയാണ് വരുന്നത്. 10 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ സാഹിത്യ മേഖലയിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, 2025 കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാം. നമുക്കറിയാം എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടൊക്കെ പോവുകയായിരിക്കും. ഇനിയും പഠനം എങ്ങും എത്താത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ CCയിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിനായിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിൽ നമുക്കറിയാം ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ്, PDF നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കോഴ്സിനെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ബോഡി കാണുന്ന ഈ നമ്പറിലേക്ക് 8590202323 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? സാഹിത്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, 2025 കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. അപ്പം നമ്മളറിയാം ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇതൊക്കെ പഠിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തരം തിരിച്ച് ആ ഭാഗത്തു നിന്ന് വരാൻ ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇത് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? സാഹിത്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ അവാർഡ് ഏതാണെന്ന് നോക്കാം. നോക്കിക്കേ, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. ഈ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് 2025? ഓർത്തിരിക്കുക, KG ശങ്കരപ്പിള്ളയ്ക്കാണ് കേട്ടോ. ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ് എന്നോർക്കുക. ഈ എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ചത് എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ വിന്നർ ആരായിരുന്നു എന്ന് കൂടെ ഓർക്കുക. ആർക്കായിരുന്നു ആദ്യം ലഭിച്ചത്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് കേട്ടോ. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യം ലഭിച്ചത് എന്നോർക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞു എന്നാണ് തുടങ്ങിയത്? 1993 ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ഇതിന്റെ ഒരു അവാർഡ് തുക കൂടെ ഓർത്തിരിക്കുക. എത്രയാണ്? 5 ലക്ഷം രൂപയാണ് കേട്ടോ. എത്രയാണ്? 5 ലക്ഷം രൂപയാണ് എന്നുകൂടെ പഠിച്ചു വെച്ചേക്കുക. 5 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് എന്നുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. നമുക്കിനി അടുത്ത അവാർഡ് നോക്കാം. 2025 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? അടുത്ത ഏതാണ്? വയലാർ അവാർഡ് കേട്ടോ. വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ് കേട്ടോ. ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്ന ആ കൃതി കൂടെ ഒന്ന് ഓർക്കുക. തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ഈ സന്തോഷ് കുമാറിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതുപോലെ 2024 ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അശോകൻ ചൂരക്കാടിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ്. അതിന് ഏത് കൃതിക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് എന്നുകൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്താണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആര്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് പറയുന്നത്. അത് നേടിയത് ആരാണ്? ഓർത്തിരിക്കുക, ആരാണ്? N പ്രഭാകരനാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ്? N പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, മായാമനുഷ്യർ. ഏതാണ്? മായാമനുഷ്യർ എന്ന കൃതിക്കാണ് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചോളുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത അവാർഡ് ഏതാണെന്ന് നോക്കാം. അടുത്തതാണ് 2025
ഓടക്കുഴൽ പുരസ്കാരം നേടിയതാര്? ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓർത്തിരിക്കുക, EP രാജഗോപാലനാണ് കേട്ടോ. ആരാണ്? EP രാജഗോപാലനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഉൾക്കഥയ്ക്കാണ് കേട്ടോ. ഉൾക്കഥയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, നമ്മള് പഠിച്ചു വെച്ചോളുക. അടുത്തത് നോക്കാം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. പക്ഷെ നമ്മൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നോക്കുന്നത്. ആദ്യത്തേതാണ് നോവൽ. നോവലിന് ലഭിച്ചത് ആർക്കാണ്? GR ഇന്ദുഗോപനാണ്. GR ഇന്ദുഗോപനാണ് അവാർഡ് ലഭിച്ചത്. ഒരു കാര്യം കൂടെ ഓർക്കുക, ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആനോ എന്ന നോവലിനാണ് എന്നൊന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം, കവിത. ഏത് കവിതയ്ക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, മുരിങ്ങ വാഴ കറിവേപ്പ്, അതാണ് കേട്ടോ. അതിന് ലഭിച്ചത് ആർക്കാണ്? അനിത തമ്പിക്കാണ് കേട്ടോ. ആർക്കാണ്? അനിത തമ്പിക്കാണ് അവാർഡ് ലഭിച്ചത് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, നമ്മള് പഠിച്ചു വെച്ചോളുക. അടുത്ത കാറ്റഗറി നോക്കാം, ചെറുകഥ. ചെറുകഥയ്ക്ക് ലഭിച്ചത് ആർക്കാണ്? V ഷിനിലാലിനാണ് ലഭിച്ചത്. V ഷിനിലാലിനാണ് ചെറുകഥയ്ക്ക് ലഭിച്ചത്. ഓർത്തിരിക്കുക, അദ്ദേഹത്തിന്റെ ആണ് ചെറുകഥയ്ക്ക് അവാർഡ് ലഭിച്ചത് കേട്ടോ. അതുപോലെ 2024 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന്, അതായത് വിശിഷ്ടാംഗത്വം അർഹരായവർ ആരെല്ലാം, ആ പേര് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ആരൊക്കെയാണ്? KV രാമകൃഷ്ണൻ, അതുപോലെ തന്നെ ഏഴാച്ചേരി രാമചന്ദ്രൻ. ഇങ്ങനെ 2 പേർക്കാണ് വിശിഷ്ടാംഗത്വം. അതിന് അർഹരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവരാണ് കേട്ടോ. അടുത്താണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമുക്കറിയാം, ഈ അടുത്താണ് എന്ത് ചെയ്തത്, ജ്ഞാനപീഠം അവാർഡ് അനൗൺസ് ചെയ്തത് അല്ലെ. അത് ലഭിച്ചത് തമിഴ് കവിയായ R വൈരമുത്തുവിനാണ് കേട്ടോ. ആർക്കാണ്? R വൈരമുത്തുവിനാണ് എന്നോർക്കുക. അതുപോലെ തന്നെ 2024 ആർക്കാണ് ലഭിച്ചത്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചോളുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട നമ്മുടെ സാഹിത്യ മേഖലയിൽ ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവാർഡുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുള്ള ഇത്തരം പ്രധാനപ്പെട്ട അവാർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഓരോ മേഖലയിലെയും നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓരോ ഏരിയകളും മനസ്സിലാക്കി പഠിച്ചു പോവുക. അപ്പോൾ ഒന്നോടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ CCയുടെ ആപ്പ് ഗൂഗിൾ പ്ലേയിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF, റാങ്ക് ഫയൽ ആൻഡ് പെർഫോമൻസ് അനാലിസിസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സസ് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.